ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ് എന്ന പാഠഭാഗത്തിലെ 2ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാർട്ട് 2 ആണ് നോക്കാനുള്ളത്. അപ്പോൾ പാർട്ട് 2ൽ നമുക്ക് ഇനി നോക്കാനുള്ളത് പേജ് നമ്പർ 45-ലെ സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ എന്നുള്ള ടോപ്പിക്ക് മുതലാണ് നോക്കാനുള്ളത്. ഓക്കെ, ബാക്കി എല്ലാ ടോപ്പിക്സും അതിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ പാർട്ട് 1ൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ഡയലോഗാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബ്രദർ, ക്യാൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫോർ മീ? എന്താണ്? ബ്രദറെ, എനിക്ക് വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തരുമോ? ഇറ്റ്സ് സിമ്പിൾ, വളരെ സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. സ്ക്യൂസ് എ ലെമൺ ഇൻ ടു വാട്ടർ, ആഡ് സം ഷുഗർ ആൻഡ് മിക്സ്. ലെമൺ ജ്യൂസ് ഈസ് റെഡി. എന്താണ് പറയുന്നത്? വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക, അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് റെഡിയാണെന്നാണ് പറയുന്നത്. വേർ ഡിഡ് ദ ഷുഗർ ഗോ? എന്നിട്ട് അത് കിട്ടിയപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ്, ഇതിലെ ഷുഗറൊക്കെ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുകയാണ്. ഇറ്റ് കനോട്ട് ബി സീൻ, ദ ഷുഗർ ഈസ് ഡിസോൾവ് ഇൻ വാട്ടർ. എന്താണ് പറയുന്നത്? ഷുഗർ ഒന്നും ഇതിൽ കാണാനില്ല, അതൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആയി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡിസോൾവ് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഡു ഓൾ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ? എല്ലാ സബ്സ്റ്റൻസും, എല്ലാ വസ്തുക്കളും നമ്മുടെ വെള്ളത്തിൽ ലയിക്കുമോ, ഡിസോൾവ് ആവുമോ എന്നാണ് ചോദിക്കുന്നത്. ആവുമോ? ഇല്ല. ഹൗ ഡു വി ഫൈൻഡ് സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? വെള്ളത്തിൽ ഡിസോൾവ് ആവാത്ത വസ്തുക്കളെ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ഷോൾ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ ഫോളോയിങ് ഐറ്റംസ്? താഴെ കൊടുത്തിട്ടുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഡിസോൾവ് ആവുന്നത്, ഏതൊക്കെയാണ് ഡിസോൾവ് ആവാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ ഇതാണ് സബ്സ്റ്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്? ഷുഗർ, സോൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, വാക്സ്, കാംഫർ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ? ഇതിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്? ആർ ദർ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? ഇതിൽ ഏതെങ്കിലും വാട്ടറിൽ ഡിസോൾവ് ആവാത്തതുണ്ടോ? റൈറ്റ് യുവർ ഗസ്സസ്. നിങ്ങളുടെ ഊഹം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ലിസ്റ്റ് യുവർ ഫൈൻഡിങ്സ്. അതിനുശേഷം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഇതിലെ ഫൈൻഡിങ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, വാട്ടറിൽ ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ഒന്നിവിടെ തന്നിട്ടുണ്ട്, ഷുഗർ. പിന്നെ ഏതൊക്കെയാണ്? എഴുതാം അവിടെ. സാൾട്ട്, കാംഫർ, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഒന്നുകൂടെ പറയാം. ഷുഗർ, സാൾട്ട്, കാംഫർ, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഓക്കെ, ഇനി അടുത്തത് സബ്സ്റ്റൻസ് ദാറ്റ് ഡസൻറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ആവാത്തത് ഏതൊക്കെയാണ്? വാക്സ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. ഓക്കെ, കോക്കനട്ട് ഓയിലൊക്കെ വാട്ടറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതൊരിക്കലും വാട്ടറിൽ ഡിസോൾവ് ആവില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. യു ഹാവ് സീൻ ദാറ്റ് സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ. നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കുറച്ച് സോളിഡ്സും ലിക്വിഡ്സൊന്നും നമ്മുടെ ഇതിൽ വാട്ടറിൽ ഡിസോൾവ് ആവുന്നതുണ്ട്, ആവാത്തതുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഡു ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ? ക്യാൻ യു ഗെസ്? നമ്മുടെ ഗ്യാസസ് ഒക്കെ ഇതിൽ ഡിസോൾവ് ആവുമോ എന്നാണ്, വാട്ടറിൽ ഡിസോൾവ് ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് താഴെ ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു അക്വേറിയത്തിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ? എന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? എവിടെ നിന്നാണ് ഈ ഫിഷിന് ഓക്സിജൻ കിട്ടുന്നത്? അവർക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള, ബ്രീത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദി വാട്ടർ ആണല്ലേ, വാട്ടറിൽ നിന്നാണ് കിട്ടുന്നത്. ഫിഷസ് ഗെറ്റ് ദ ഓക്സിജൻ ഫ്രം ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ, വാട്ടറിൽ നിന്നാണ് കിട്ടുന്നത്. Then next, have you seen the bubbles come out the soda bottle when you open it? നമ്മൾ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും ബബിൾസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഹൗ ഈസ് സോഡ വാട്ടർ മെയ്ഡ്? എങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺ. നമ്മൾ സോഡ ബോട്ടിലിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. ആ ഗ്യാസ് ആണ് നമ്മളിവിടെ ബബിൾസ് ആയിട്ട് കാണുന്നത്. അതാണ് ആ ബബിൾസ് കാണാനുള്ള
കാരണം എന്ന് പറയുന്നത്. വാട്ട് വാസ് ഡിസോൾവ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്. ലെമൺ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് ഡിസോൾവ് ആവുന്നത്? അവിടെ ഡിസോൾവ് ആവുന്നത് എന്തായിരുന്നു? ഷുഗർ ആയിരുന്നു അല്ലേ? ഷുഗർ ഡിസോൾവ് ആവുകയാണ് ചെയ്യുന്നത്. വേർ ഡിഡ് ദേ ഡിസോൾവ് ഇൻ? എങ്ങനെയാണ് അത് ഡിസോൾവ് ആവുന്നത്? അവിടെ ആ വെള്ളത്തിൽ അത് ലയിച്ച് നമ്മളിങ്ങനെ ഇതിട്ട് കയ്യിൽ കൊണ്ട് ഇളക്കുമ്പോൾ അത് ഡിസോൾവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എ സബ്സ്റ്റൻസ് ഡാസ് ഡിസോൾവ് ഇൻ വാട്ടർ ഈസ് എ സൊല്യൂട്ട് ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ എ സോൾവെന്റ്. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ഇൻ ദ സോൾവെന്റ്. എന്താണ് പറയുന്നത്? നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതിന് നമ്മൾ സൊല്യൂട്ട് എന്നും ആ ഒരു സബ്സ്റ്റൻസ് എന്താണോ സൊല്യൂട്ട് ആവുന്നത് അതിനെ നമ്മൾ സോൾവെന്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ഇൻ ദ സോൾവെന്റ്. സോൾവെന്റിൽ സൊല്യൂട്ട് ഡിസോൾവ് ആകുമ്പോഴാണ് അവിടെ ഒരു എന്തായിട്ട് മാറുന്നത്? ഒരു സൊല്യൂഷൻ ഫോം ആവുന്നത് എന്നാണ് പറയുന്നത്. ലിസ്റ്റ് ദ സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ് ആക്ടിവിറ്റി. മേലെ തന്നിട്ടുള്ള ആക്ടിവിറ്റിയിലെ സൊല്യൂഷനും സൊല്യൂട്ടും സോൾവെന്റും ഒന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സുഗർ സൊല്യൂഷൻ. അവിടെ സുഗർ ആണ് സൊല്യൂട്ട്, സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇനി സോഡയിലാണെങ്കിലോ, സോഡയിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇനി സാൾട്ട് സൊല്യൂഷനിൽ അവിടെ സാൾട്ട് ആണ് സൊല്യൂട്ട്, സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. വിനാഗർ സൊല്യൂഷനിലോ വിനാഗർ ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്. ബേക്കിംഗ് സോഡ സൊല്യൂഷനിലോ അവിടെ ബേക്കിംഗ് സോഡയാണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി സോൾവെന്റ് എപ്പോഴും ഇവിടെ എന്താണ്? വാട്ടർ ആണ് വരുന്നത് അല്ലേ? ഫൈൻഡ് മോർ സബ്സ്റ്റൻസ് ആൻഡ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് എക്സ്പാൻഡ് ദ ടേബിൾ. കൂടുതൽ സബ്സ്റ്റൻസിനെ കണ്ടെത്തിയിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ സോൾവെന്റും സൊല്യൂട്ടും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദേ സ്റ്റിക്ക്ഡ്. ഈ ടാറും അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഗമ്മും ഒക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്? വൈ കാൺട്ട് ദീസ് ടു വാഷ്ഡ് ഓഫ് ദ വാട്ടർ. എന്തുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ കഴുകിയാൽ പോവാത്തത്? അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഗമ്മും ടയറൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാറ്? നമ്മൾ വെളിച്ചെണ്ണയോ മണ്ണോ കെറോസിനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത്. അതൊരിക്കലും വാട്ടറിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിന്റ് പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്സ്. ക്ലോത്ത്സിലുണ്ടായിരുന്ന ബോൾ പെന്നിൻ്റെ ഇങ്കൊക്കെ കളയാൻ നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് സബ്സ്റ്റൻസ് സോളിബിൾ ഇൻ വാട്ടർ, സോളിബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ. അതുപോലെ നമ്മുടെ വെള്ളത്തിലൊക്കെ വാട്ടറിൽ ലയിക്കുന്ന സോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ, സോളിബിൾ ആകുന്ന വസ്തുക്കൾ എല്ലാം നമുക്ക് കെറോസിനിലും കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഗമ്മൊക്കെ നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിലോ കെറോസിനിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിലോ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ എല്ലാം നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ചില കാര്യങ്ങൾ വാട്ടർ ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നോക്കൂ, ലെക്സ് എക്സ്പെരിമെൻറ്റ്. താഴെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അവിടെ ഏതൊക്കെയാണ് എന്തിലൊക്കെയാണ് സൊല്യൂട്ട് ആവുന്നത് എന്നാണ് നമ്മളെടുത്ത് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ വാട്ടർ ആണ്. വാട്ടർ എന്താണ്? ഷുഗറിലും സോൾട്ടിലും ബേക്കിംഗ് സോഡയിലും അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റിലും ആംഫറിലും ഒക്കെ നമുക്ക് വാട്ടർ കൊണ്ട് സൊല്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി കെറോസിനിൽ ഇവിടെ ക്യാംഫർ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോക്കനട്ട് ഓയിലിലും അങ്ങനെ തന്നെയാണ്. ബാക്കിയൊന്നും നമുക്ക് സൊല്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അനലൈസ് ദ കംപ്ലീറ്റഡ് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് കണ്ടെത്തിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്. വാട്ടറിനാണ് ഒരുപാട് സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. അല്ലാതെ കെറോസിനോ കോക്കനട്ട് ഓയിലിനോ എല്ലാത്തിനെയും ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ഇല്ല. ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ്. അതുകൊണ്ട് തന്നെയാണ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇതുപോലെ തന്നെ വാട്ടറിൻ്റെ ഈ ഒരു ഡിസോൾവിൻ്റെ ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ടു വാഷ് ക്ലോത്ത്സിനൊക്കെ വാഷ് ചെയ്യാൻ. പിന്നെന്തിനൊക്കെയാണ്?
കുക്കിംഗ്, അതുപോലെ തന്നെ ക്ലീനിങ്. കുക്കിങ്ങിനും ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അവിടെ വാട്ടർ ഡിസോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. ദെൻ ഡു ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ് യൂസിങ് വാട്ടർ, ഷുഗർ ആൻഡ് ഇങ്ക്. താഴെ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ വാട്ടറും ഷുഗറും ഇങ്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടേക്ക് വാട്ടർ ഇൻ ടു 2 glasses ആൻഡ് മിക്സ് ഷുഗർ ഗ്രെയിൻസ് ഇൻ 1 ആൻഡ് പൗഡേർഡ് ഷുഗർ ഇൻ ദ അതർ. എന്താണ്, 2 ഗ്ലാസ് എടുത്തിട്ട് ഒന്നിൽ ഷുഗർ ഇട്ട് കൊടുക്കുക, മറ്റേതിൽ ഷുഗറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും പെട്ടെന്ന് ഡിസോൾവ് ആവുന്നത്? പൗഡേർഡ് ഷുഗർ മിക്സാണ് ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. കാരണം മറ്റത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നും കൂടെ ബിഗ് ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ഭയങ്കര പൊടിയായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആവാൻ പറ്റും. ഇനി സിറ്റുവേഷൻ 2 നോക്കൂ. Take 2 glasses of water, 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഡിസോൾവ് ഷുഗർ ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് സ്റ്റിയറിംഗ് ആൻഡ് ഡിസോൾവ് ദ ഷുഗർ ഇൻ ദി സെക്കൻഡ് ഗ്ലാസ് വിത്തൗട്ട് സ്റ്റിയറിംഗ്. ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒന്നിൽ പഞ്ചസാര നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കുക, മറ്റേതിൽ നമ്മൾ സ്റ്റിർ ചെയ്യുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് പെട്ടെന്ന് ഡിസോൾവ് ആവുന്നത്? സ്റ്റിർഡ് ഗ്ലാസ് ഡിസോൾവ് ഷുഗർ ഫാസ്റ്റർ അല്ലേ. നമ്മൾ ഏതാണോ ഇളക്കി കൊടുക്കുന്നത് അതാണ് പെട്ടെന്ന് ഡിസോൾവ് ആവുക. ദെൻ സിറ്റുവേഷൻ 3 നോക്കൂ. ടേക്ക് ഹോട്ട് വാട്ടർ ഇൻ 1 glass, കോൾഡ് വാട്ടർ ഇൻ അനദർ ഗ്ലാസ് ആൻഡ് മിക്സ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ഈച്ച്. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും എടുക്കുക. എന്നിട്ട് മഷി ലയിപ്പിച്ച് നോക്കുക. അതിൽ ഏതാണ് പെട്ടെന്ന് ഡിസോൾവ് ആവുക? ഹോട്ട് വാട്ടറിൽ ഉള്ളതാണ് പെട്ടെന്ന് ഡിസോൾവ് ആവുക. ഇങ്ക് ഡിസോൾവ് ഫാസ്റ്റർ ഇൻ ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിലാണ് ഡിസോൾവ് ആവുക. ദെൻ ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്. എന്തെങ്കിലും ഫാസ്റ്റിൽ വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോട്ട് വാട്ടറിൽ പെട്ടെന്ന് ഇങ്ക് ഡിസോൾവ് ആകുമെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത്. ദെൻ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഇതുപോലെ സബ്സ്റ്റൻസ് ഒക്കെ ഡിസൊല്യൂഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മനസ്സിലായി. ഒന്ന് ടെമ്പറേച്ചർ ആണ് അല്ലേ, കാരണം ഹോട്ട് വാട്ടറിലായപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആവുക. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ഫാക്റ്റാണ്. ദെൻ സർഫേസ് ഏരിയ എന്ന് പറയുന്നതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ 2 എണ്ണമാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ വാട്ടർ ഇൻ മെനി ഫോംസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ലുക്ക് അറ്റ് ദ പിക്ചർ, ഹൗ ഈസ് ഐസ് ഫോംഡ്. ഈ പിക്ചർ നോക്കിയിട്ട് എങ്ങനെയാണ് ഐസ് ഫോം ചെയ്തത്? ഈ ഐസ് ഈസ് എ സോളിഡ് ഫോം ഓഫ് വാട്ടർ. ഐസ് എന്ന് പറയുന്നത് സോളിഡ് ഫോം ഓഫ് വാട്ടർ ആണല്ലേ. ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്. ഐസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്. എന്താണ് പറയുന്നത്? ഭക്ഷ്യവസ്തുക്കൾ സ്പോയിൽ ആവാതെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെന്തൊക്കെയാണ്? ടു കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ഇഞ്ചുറീസ്. അപ്പോൾ ആ 2 പോയിന്റ് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫ്രം എ ഷോർട്ട് ടൈം. ഐസ് അല്പസമയം നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വീണ്ടും ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്. ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെള്ളം ഐസ് വീണ്ടും വെള്ളമായിട്ട് മാറും. ദെൻ പ്രിപ്പയർ എ നോട്ട് ബൈ ഒബ്സർവിങ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ഐസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഇവിടെ തന്നിട്ടുണ്ട് സിറ്റുവേഷൻസും അതിൻ്റെ ഒബ്സർവേഷനും എഴുതാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ. ഒരു വെസലിൽ ഐസ് ഇങ്ങനെ വെക്കുക. അപ്പോൾ അവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? ഇറ്റ് മെൽറ്റ്സ് ഇൻ ടു വാട്ടർ. അത് മെൽറ്റായിട്ട് വാട്ടറായിട്ട് മാറും. ദെൻ വെൻ ഐസ് ഈസ് ഹീറ്റഡ്. ഐസ് ഹീറ്റ് ചെയ്യുമ്പോഴോ ഇറ്റ് ടേൺസ് ഇൻ ടു വാട്ടർ ആൻഡ് എവഞ്ച്വലി ബോയിൽസ്. അതിങ്ങനെ വെള്ളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Then when the water in the vessel boils, പാത്രത്തിൽ വെള്ളം തിളക്കുകയാണെങ്കിൽ അവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇറ്റ് ടേൺസ് ഇൻ ടു സ്റ്റീം. അത് സ്റ്റീം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് ദ വാട്ടർ. വെള്ളം ബോയിൽ ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുക? കണ്ടൻസേഷൻ ഫോം
അല്ലേ, കണ്ടൻസേഷനാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. അപ്പം നമ്മുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് ഇതിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇൻ മെനി സിറ്റുവേഷൻസ് വി യൂസ് ദ എബിലിറ്റി ഓഫ് വാട്ടർ ടു കണ്ടക്ട് ഹീറ്റ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടറിനെ അതിനെ ഹീറ്റാക്കി മാറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിച്ച് ആർ ദോസ് സിറ്റുവേഷൻസ്? ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ കുക്കിംഗ് റൈസ്, നമ്മൾ അരി വേവിക്കുന്നതിന്. ഹീറ്റിംഗ് വാട്ടർ ഫോർ ബാത്തിങ്, അതുപോലെ ഫോർ മേക്കിംഗ് ടീ, ഫോർ ബോയിലിംഗ് വെജിറ്റബിൾസ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു സെയിം വാട്ടർ ഹീറ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഹാവൻറ്റ് യു നോട്ടീസ് ദാറ്റ് വെൻ വാട്ടർ ഹീസ് ഹീറ്റഡ് ഇറ്റ് റൈസ് അപ്പ് ആസ് സ്റ്റീം? എന്താണ്? ഇതുപോലെ വെള്ളം ഇങ്ങനെ ചൂടാകുമ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഹീറ്റായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത്സ് ആസ് ദേ ഗെറ്റ് ഡ്രൈ? ഡിസ്കസ്. ഇതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ തുണി, വെറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ പുറത്തിടുമ്പോൾ അവിടെ ആ ഒരു വാട്ടറിന് എന്താണ് സംഭവിക്കുന്നത്? അത് മുകളിലേക്ക് കണ്ടൻസേഷനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നത്. Then the spreading of small particles of liquid from its surface to the surroundings is called evaporation. എന്താണ്? ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയാം. ആസ് ദ സബ്സ്റ്റൻസ് ഹീറ്റ് അപ്പ് ആൻഡ് റേറ്റ് ഓഫ് ഇവാപറേഷൻ ഈസ് ഇൻക്രീസ്. അവിടെ ചൂടാകുമ്പോൾ അവിടെ എന്താണ്? ഈ ഒരു ഇവാപറേഷൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യാണ്, അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവാപറേഷൻ ഒക്കേഴ്സ് ഓൾ ദ ടെമ്പറേച്ചേഴ്സ്. ഇത് എല്ലാ ടെമ്പറേച്ചറിലും ഈ ഇവാപറേഷൻ സംഭവിക്കും. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ നേച്ചർ ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. വെള്ളത്തിന് എന്താണ്? 3 അവസ്ഥകളാണുള്ളത്. ഒന്ന് സോളിഡ്, മറ്റൊന്ന് ലിക്വിഡ്, മറ്റൊന്ന് ഗ്യാസ്. ഈ ഒരു 3 സ്റ്റേറ്റ്സ് ആണ് വാട്ടറിന് ഉള്ളത്. The next one, water level. Look at the builder who measures the level using the level tube filled with water. നമ്മുടെ വീട്ടിലൊക്കെ പണി നടക്കുമ്പോൾ ഈ പണിക്കാരുടെ കയ്യിലൊക്കെ ഒരു വാട്ടർ ട്യൂബ് ഉണ്ടായിരിക്കും. അവർ അത് കറക്റ്റായിട്ട് വാട്ടർ ലെവൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫിൽ എ ലെവൽ ട്യൂബ് വിത്ത് വാട്ടർ ആൻഡ് ചെക്ക് ദ ലെവൽ ഓഫ് ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഡിഫറെൻറ്റ് പ്ലേസസ് ഇതുപോലെ വാട്ടർ ട്യൂബ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ ഒരു പിക്ചർ കണ്ടോ? ദെൻ മേക്ക് ദ അപ്പാരൻറ്റസ് ദാറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. pour water is any bottle and observe what is happening. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പിക്ചറിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം നിറക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിക്കുക? ഒരെണ്ണത്തിൽ വെള്ളം നിറക്കുമ്പോൾ മറ്റേതിലേക്കും പോകും, അല്ലേ? Then write your findings in your science diary. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ്? ദ ഷേപ്പ് ഓഫ് ദ വെസലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏത് ഷേപ്പിലുള്ള വെസലാണോ ആ ഒരു വെസലിലാണ് വെള്ളം ഏറ്റവും കൂടുതൽ ആവുക. വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ വെൽസ് ഓഫ് ദ നിയർ ബൈ ഹൗസസ് വെൻ വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്? ദ വാട്ടർ ലെവൽ ഇൻ ദ നിയർ ബൈ വെൽ ഇൻക്രീസ് ആണ്, ഡിക്രീസ് ആണ് ചെയ്യുക. അഥവാ നമ്മുടെ ഏതെങ്കിലും പ്രദേശത്തുള്ള ജലാശയങ്ങളിൽ വെള്ളം കുറയുമ്പോൾ നമ്മുടെ വീട്ടിലെ വെല്ലിലും വെള്ളം കുറയുന്നതായിട്ട് കാണാം. Then will the uncontrolled use of water by industries affect the availability of water in that area? എന്താണ്? നമ്മുടെ ഏരിയയിൽ ഏതെങ്കിലും ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടെങ്കിൽ അവർ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എന്തായി? കുറയുകയാണ് ചെയ്യുക. ഡിസ്കസ് ആൻഡ് റൈറ്റ് യുവർ ദാറ്റ് ഫൈൻഡിങ്സ്. എന്തുകൊണ്ടാണ്? വെൻ ദ ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ് ദെൻ ഓട്ടോമാറ്റിക്കലി ദ നിയർ ബൈ വെൽസ് എ വാട്ടർ ലെവൽ ഡിക്രീസ് ആണ് ചെയ്യുക. അഥവാ നമ്മുടെ ഏരിയയിലുള്ള വാട്ടർ ലെവൽ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുമ്പോൾ ഓൾറെഡി നമ്മുടെ വെല്ലിലെ വാട്ടർ ലെവലും കുറയും. Then water maintains its level is a property of water. Next one, water source ആണ് നോക്കാനുള്ളത്. എർത്ത് ഈസ് എ വാട്ടറി പ്ലാന്റ്. എർത്ത് എന്ന് പറയുന്നത് ഒരു വാട്ടറി പ്ലാന്റ് ആണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ദാറ്റ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് വാട്ടർ ഓൺ എർത്ത്. ഇവിടെ എന്താണ്? സീ ആണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളത്. സീയിലാണ്, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വെള്ളം കിട്ടുന്നത് സീയിൽ നിന്നാണ്. Then sea water contains large amount of dissolved salt, so it cannot be used for daily needs. Actually സീ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ എന്താണ്? സീയിലെ വാട്ടർ എന്ന് പറയുന്നത് സോൾട്ടി വാട്ടർ ആണ്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. റൈറ്റ് ഡൗൺ ദ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ അറൗണ്ട് യു. നമ്മുടെ പ്രദേശത്തുള്ള ഫ്രഷ് വാട്ടർ കിട്ടുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന് വെല്ല്, പോണ്ട്, ലേക്ക്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്നത്. വാട്ടർ റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ് ത്രൂ റെയിൻ. ഇവിടെയൊക്കെ എങ്ങനെയാണ്? നമുക്ക് മഴയിലൂടെയാണ് വെള്ളം ലഭിക്കുന്നത്.
ദെൻ ഇവിടെ വാട്ടർ ഡ്രോപ്പ് സേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. ലിവിങ് ബീയിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രഷ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ബട്ട് സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് വാട്ടർ പൊല്യൂഷൻ. പക്ഷെ മനുഷ്യന്റെ ഇടപെടൽ കാരണം തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. ദെൻ ഒബ്സർവ് ദ കേസ് ഗിവൺ ബിലോ. താഴെ നമുക്ക് നോക്കൂ, എന്താണ് മൃഗങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കഴുകുക, അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന ചീത്ത വെള്ളങ്ങളും അതുപോലെ അതിൻ്റെ വേസ്റ്റും ഒക്കെ പുഴയിലേക്ക് തള്ളുക. അതുപോലെ തന്നെ ആളുകളൊക്കെ അലക്കൊക്കെ ചെയ്യുന്നത്, വേസ്റ്റൊക്കെ കൂടി കിടക്കുന്നത്, ഇതൊക്കെ എന്താണ്? വാട്ടർ പൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്. കണ്ടക്ട് എ ക്ലാസ് സെമിനാർ ഓൺ വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റെമഡീസ്. ക്ലാസ്സിൽ നിങ്ങളൊരു വാട്ടർ പൊല്യൂഷനെ കുറിച്ചുള്ള സെമിനാറും അതിൻ്റെ റെമഡീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ലെറ്റ് അസ് കൺസേർവ് ഫോർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൺസേർവ് ചെയ്യണം, അല്ലേ? നമ്മൾ കരുതി വെക്കണം. വി ആർ ഇൻ എ പ്ലേസ് ദാറ്റ് റിസീവ്സ് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. ആക്ച്വലി നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ റെയിൻഫാൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ബട്ട് ഇൻ സമ്മറിൽ എന്താ സംഭവിക്കുക? ദർ ഈസ് ഡ്രോട്ട് ഇൻ മെനി ഏരിയാസ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഡ്രോട്ട്, ഒരുപാട് വരൾച്ചയാണ് കാണാൻ കഴിയുന്നത്. ഇഫ് വി ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ വി ക്യാൻ എൻഷ്യൂർ വാട്ടർ അവൈലബിലിറ്റി ഈവൻ ഇൻ സമ്മർ. എന്താണ് നമ്മൾ മഴക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സമ്മറിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ഇല്ലുസ്ട്രേറ്റഡ്. താഴെ നമുക്ക് ഒരുപാട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, ചെക്ക് ഡാം, സ്റ്റോൺ വാള്, വെൽ റീചാർജിങ്. ഇതൊക്കെ നമുക്ക് എന്താണ് മഴവെള്ളം സംഭരിക്കാനുള്ള ഇതാണ്, കൺസർവ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ആണ് തന്നിട്ടുള്ളത്. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. ഇതുപോലെ വാട്ടർ സ്റ്റോറേജ് ഇത് വെക്കാനുള്ള വേറെ എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ മഴക്കുഴികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും ഇത്തരത്തിലുള്ള വാട്ടർ കൺസർവ് ചെയ്യാൻ വേണ്ടിയാണ്. ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പ്യുവർ വാട്ടർ ഈസ് ബ്രിഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. എന്താണ് വാട്ടർ എന്ന് പറയുന്നത് ബ്രിഷ്യസ് ആണ്, അതൊരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലെറ്റ് us അസസ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.